ന്യൂസ് 7ലേക്ക് സ്വാഗതം. പ്രമുഖ വ്യവസായ സംഘടനയായ കേരള മൈൻസ് ആൻഡ് ക്രഷ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട MK ബാബുവിനെ ക്ലീൻ കുണ്ടുതോട് ജനകീയ സംഘാടന സമിതി സ്വീകരണം നൽകി. പ്രശസ്ത നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞുനിന്ന MK ബാബു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ നാടിന് പ്രിയപ്പെട്ടവനാണ്. നാടിന്റെ പൊതുവിഷയങ്ങളിൽ ശരിയുടെ പക്ഷത്ത് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹം കേരളത്തിലെ ക്വാറി ക്രഷർ വ്യവസായ മേഖലയിലെ ചിന്നിച്ചിതറിക്കിടക്കുന്ന പല സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് തന്റെ സംഘാടക മികവ് കൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് ബാബു വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണ്. തുടർന്ന് പ്രമുഖ 4 സംഘടനകളിൽ ലയിച്ച് വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നായതും കേരള മൈൻസ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി. MK ബാബു ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ നാടിന് അഭിമാനവും നമുക്ക് ഓരോരുത്തർക്കും ആഹ്ലാദവും പകരുന്നതുമാണ്. മനുഷ്യാവകാശ പ്രവർത്തകനായ MK ബാബുവിന് നാടിന്റെ ആദരം. പ്രശസ്ത നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മുന്നേറി CPI വിളിച്ചിട്ട് പറഞ്ഞു 25-ാം തീയതി എന്താ പരിപാടിയില്ല, 25-ാം തീയതി പരിപാടിയില്ല, എന്നാൽ ഈ ചടങ്ങ് അങ്ങേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഏതായാലും വരാനുണ്ടായ കാരണം അങ്ങനെയാണ്. ദീർഘകാല അധ്യക്ഷ പ്രസംഗത്തിന് മുന്നിലാണ് കേരള മൈൻസ് ആൻഡ് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടേക്കാളും ഈ നാടിന്റെ ഹൃദയമെടുപ്പുകളെ മനസ്സിലാക്കുന്ന തർക്കവിതർക്കങ്ങൾക്കപ്പുറം, ജാതിമത ചിന്തകൾക്കപ്പുറം മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ സന്മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ട ബാബുവിനെ തേടി വന്നിട്ടുള്ള ഈ അംഗീകാരം, അതിന് നാട് നൽകുന്ന ഈ ആദരവ്, അത് ഏറ്റവും ഹ്രസ്വവും ഏറ്റവും സൗകര്യാത്മകവുമായി മാറിയ ഈ നിമിഷത്തിൽ നിങ്ങളൊക്കെ മൗനാനുവാദത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആദരവോടെ സ്നേഹത്തോടെ നിർവഹിക്കുകയും ഒരു നാടകം പ്രവർത്തനം ഈ ഞങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോരുത്തരും പരിചയപ്പെടുത്തുമ്പോൾ പരിചയപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരുപാട് ജോലിയുണ്ട്. അതെല്ലാം പരിചയപ്പെടുത്തുമ്പോൾ ഒരു ജോലി കൂടി സിനിമ നടൻ എന്ന കൂടിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നുള്ളൂ. സിനിമാ നടൻ കൊണ്ടുപോകാങ്ങാടി വന്നിട്ടുള്ളൊരവസ്ഥയിലല്ല. സിനിമാ നടൻ അങ്ങനെയാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ പേടിയുണ്ട്. കാരണം അതിൻ്റെ ഒരു ഭീതിയുണ്ട് മനസ്സിൽ. മലയാളത്തിലെ ഒരുപാട് ആദരിക്കപ്പെട്ട ഒരു നടൻ ഒരു കസ്റ്റഡിയിലേക്ക് പോകുന്നത് മട്ടൊക്കെത്തിയിട്ടുണ്ട്. അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റോടുകൂടി 3-4 സിനിമയിൽ അവിടെ കൂടിയ രേഖ വെക്കുന്നത് പോലെ അതുകൊണ്ടാണ് ഞാൻ സിനിമാ നടനായത്. സിനിമാ നടനെന്ന് പറയുമ്പോൾ ഒരു പരിഹാസം പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നാലും ശരിക്ക് ചെയ്യുന്ന പേര് നാടകക്കാരൻ എന്നാണ്. കാലത്തോടൊപ്പം 10-5 വർഷത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിതെളിയിച്ചത് എന്നെ ഞാനാക്കിച്ചത്. ഞാൻ വളർന്നു വന്നത്, ഞാൻ വിശ്വസിച്ച എൻ്റെ പ്രത്യാശാസ്ത്രത്തിൻ്റെ കൂടെ നിൽക്കാൻ ഒക്കെ എന്നെ പ്രേരിപ്പിച്ചത് നാടകമാണ്, അന്നും ഇന്നും എന്നും. അതുകൊണ്ട് തന്നെ ഒരു നാടകക്കാരൻ എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ ഇവിടെ നിന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മവേദിയിലെത്തുമ്പോൾ MK ബാബു ഒരു വലിയ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നത് ഈ ഒരു കൊണ്ടുതോടുന്ന, ഇന്നത്തെ കൊണ്ടുതോടല്ല, കടിയൊരു കൊണ്ടുതോ മലയുള്ള കർഷകരും എല്ലാവരും ഇടത്തിൽ പാർക്കുന്ന വലിയ പുരോഗതിയൊന്നും ഉണ്ടാവാതിരുന്ന ഒരു കൊണ്ടുതോടിന്റെ മണ്ണിൽ പറന്ന് വളർന്ന് വന്നു വലുതായി. ഇന്ന് കൊണ്ടുതോട് വലുതായി, ബാബു വലുതായി, കൊണ്ടുതോടിന്റെ മുഖം മാറി, അതിന്റെ ചരിത്രത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ മാറി, ഒരുപാട് പേരുടെ കയ്യൊപ്പ് ചാർത്തി ഈ മണ്ണിൽ. ആ കയ്യൊപ്പ് ചാർത്തിയ മണ്ണിൽ നിന്നാണ് പ്രിയപ്പെട്ട ബാബു തന്റെ വളർച്ചയുടെ ഒരു ഘട്ടം കൂടി കുറിക്കുന്നത്. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലർ വല്ലാതെ അഹങ്കാരികളാകും.
പ്രിയപ്പെട്ട ബാബു അറിയാനില്ല എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കും. അധികാരം ഒരു ലഹരിയാണ്. പലപ്പോഴും ഞാനെന്നൊരു ഭാവം ഉണ്ടാകാൻ വഴിയുള്ളതാണ് അധികാരം എന്ന് പറയപ്പെടുന്നത്. അത് ഞാനായിപ്പോയി നാടകത്തിൽ 1 or 2 അവാർഡ് കിട്ടുമ്പോഴേക്ക് പിന്നെ വയസ്സുകാലത്ത് പണ്ട് നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്കൊരു ബഹുമാനം കഴിയും. ആകെ അത് ഞാൻ ആകെ കളിക്കുന്നതാകെ. പക്ഷെ അതിനേക്കാൾ ഈ നാട് മാറ്റാൻ നാടകം കളിച്ച ഒരാളാണെങ്കിൽ നമ്മൾ മനസ്സിലൊക്കെ പിടിച്ചിരിക്കുന്ന വല്ലാതെ നിൽക്കും. എന്നാണ് ഒരു അധികാരം എന്ന് പറയപ്പെടുന്നത്. ചിലർക്ക് അധികാരം ഒരു അഭികാമ്യമാണ്. അധികാരത്തിന്റെ ഒരു കുളിരുണ്ട്. ആ കുളിർ തനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് അധികാരം എന്ന് പറയുന്നത്. ഞാൻ എന്നല്ല ഞാൻ എന്നല്ല അധികാരം. നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഞാനായ എൻ്റെ മണ്ണിന്റെ എല്ലാ ചുവടുകൊട്ടിലും എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വെളിച്ചം പകരുന്ന ലൈറ്റ് ഹൗസ് പോലെ കഴുതിച്ചു വരുന്ന കപ്പൽക്കാരന് വിശദീകരിക്കുന്ന വഴി തെളിയിച്ചു കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ ധർമ്മമുണ്ട് ഒരു അധികാരിക്ക്. അത് എന്ത് സ്ഥാനമായാണ്, ഏത് അധികാര പരിധിയായാണ്, എന്തിന്റെ സ്ഥാനത്ത് നിന്നാൽ അത് പ്രിയപ്പെട്ട ബാബു ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞു, നല്ല വാക്ക് പറഞ്ഞ അത് തൻ്റെ ഈ സ്ഥാനത്തിന്റെ കയറ്റം അത് മാറ്റി പറയിപ്പിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുക. ക്ലീൻ കുണ്ടുതോട് ജനകീയ സമിതി കൺവീനർ മൊയ്തു പൈക്കാടൻ അധ്യക്ഷത വഹിച്ചു. കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഏലിക്കുട്ടി സക്കറിയ, പുഷ്പ തോട്ടുംചിറ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. വിഫാം കേരള ചെയർമാൻ ജോയി കണ്ണൻചിറ ഉപഹാര സമർപ്പണം നടത്തി. വയനാട് സാമൂഹ്യ പ്രവർത്തകൻ ഗഫൂർ വെണ്ണിയോട് അതിനൊരുപാട് പ്രസക്തിയുണ്ട്, ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഞാൻ വരുന്നത് വയനാട്ടിലാണ്. വയനാടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തൊരു ചിത്രം ഉണ്ടാവും. ഞങ്ങൾ കുറച്ചു കാലമായി പ്രസംഗിക്കാറില്ല, പ്രസംഗിക്കാൻ വാക്കുകൾ വരാറില്ല. പ്രിയപ്പെട്ട ബാബു ചോദിച്ചിട്ടും ഈ നാടിൻ്റെ 2 സുഹൃത്തുക്കളാണ്. ഒരുപാട് പേരുണ്ട്, എടുത്തു പറയുന്ന 2 സുഹൃത്തുക്കൾ. നമ്മളെ കണ്ണുകറിയിച്ച ഞങ്ങൾ പുത്തുമല മുണ്ടക്കയിലെ ഒരു 40 അവശേഷിക്കുന്ന ഒരു 40 ചെറുപ്പക്കാരൻ. വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഏരത്ത്, KMCOA ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ അരീക്കോട്, എഴുത്തുകാരന്മാരായ പ്രസാദ് കൈതക്കൽ, CK ആശ്വാസി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ SMK മുഹമ്മദ് അലി, PP രവീന്ദ്രൻ, PP കുഞ്ഞിക്കണ്ണൻ, ഉണ്ണീൻകുട്ടി, ദിവാകരൻ മാസ്റ്റർ, തോമസ് പുതക്കുഴി, ജോർജ് കിഴക്കരക്കാട്ട്, UK സലാം തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എനിക്ക് അർഹിക്കുന്നതിനാൽ കൂടുതൽ പരിഗണനയാണ് ഈ നാട്ടുകാർ തന്നതെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനകൾ നിങ്ങൾ തന്നതെന്ന ധാരണ കൃത്യമായി എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാനുള്ളത്, ഈ നാട് കുണ്ടുതോട് എന്ന് പറയുന്ന ഈ ഗ്രാമം, ഇവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത വ്യത്യസ്തമായി നൽകുന്ന പിന്തുണ, ആ പിന്തുണ പ്രതാപരാവില്ല എന്ന് സൂചിപ്പിക്കുന്ന കാരണം ഞാൻ എൻ്റെ സംഘടനയിൽ ഞാൻ നേരത്തെ അവരോട് വലിയ മഴ പൊട്ടിക്കുന്നു, ഞാൻ ചെറിയ വെട്ടി പൊട്ടിക്കുന്ന ഒരാളെന്ന് വിശദീകരിച്ചു. എൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വർണ്ണ ഖനിയുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലെ ചിക്കന്റെ വില നിശ്ചയിക്കുന്നത് വേറൊരു ഭാരവാഹിയാണ്. അദ്ദേഹം കേരളത്തിലെ നമ്പർ 1 ഡീലറാണ്. നമ്മുടെ കടകളിൽ കിടന്ന നൂൽച്ചാക്ക്, ആ ചാക്കിന്റെ ഏക കമ്പനി കേരളത്തിലെ കമ്പനി എന്റെ വേറൊരു ജോലി സെക്രട്ടറിക്കാണ്. വേറൊരാൾക്ക് 9 ആളുകൾക്ക് 5 സ്റ്റാർ ബാറിന് 8-9 ബാർ. ഞങ്ങളെ കാണുന്ന നമ്മുടെ എയർപോർട്ടിന്റെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്തുള്ള ഏറ്റവും വലിയ എല്ലാ ലോഡ്ജുകളും, അതായത് എല്ലാ ഹോട്ടലുകളും 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളും എന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സഹഭാരവാഹികളുടേതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്, നേരത്തെ പറഞ്ഞതും ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നു പറഞ്ഞതും, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സന്ദർശനം ഞങ്ങൾ മലയിൽ നടന്നു.
എന്റെ ഈ ബന്ധം ഉപയോഗിപ്പിച്ച് നമ്മുടെ നാടിന് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന ഗവേഷണം തന്നെയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതിനാരും എന്ത് എതിർത്താലും എന്ത് പകവച്ചാലും അതിലൊന്നും ഞാൻ അതിലൊന്നും പുറകെ പോകാൻ എന്തായാലും ആരുടെ പുറകെ പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ ചെറുപ്പകാലം വരെ ഒരു ചെറിയ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കൂ. അതിന് എന്ത് എതിർപ്പുണ്ടാകുമെന്നോ ഭൂരിപക്ഷോ നൂലുപക്ഷോ ഒന്നും ഞാൻ സാധാരണയിൽ നോക്കാറില്ല. എന്റെ ശരിയാണ്. അതേസമയം ഞാനിപ്പം EK ബാബുവായിട്ടാണ് ഗൗരിന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഒരുപാടാണ്. പക്ഷെ അവരുടെ ധാരണ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവര് മനസ്സിലാക്കിയതിൽ പക്ഷെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ അവരോട് ഉൾപ്പെടെ അവർ പറയുന്നത് കേൾക്കുകയും അവരോട് അങ്ങനെയില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവരുടെ നിന്നും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുകയും ഞാൻ അവരുടെ അത്ര സൗഹാർദ്ദവും സംഭാഷണം നടത്താറുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും അങ്ങനെ ഇപ്പം നേരത്തെ സംസാരിച്ച പ്രസാദ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പ്രസാദ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിന്ന് കേട്ടാൽ പങ്കെടുക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ചെറിയ ആളല്ല. അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെ മാറിയെങ്കിൽ അദ്ദേഹത്തിന് കോഴിയേറ്റിൽ ബന്ധമില്ല. അദ്ദേഹം കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്ററാണ്, വലിയ പൈസ ശമ്പളം വാങ്ങുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഇത്തരം കോഴി നമ്മുടെ വിഷയമല്ല. നമ്മൾ അതിനുവേണ്ടി അത് ഡിസ്കസ് ചെയ്യാനോ അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല നമ്മളോട് ചേർന്നത് കൊണ്ടും അതെല്ലാം നമ്മൾ സംവാദങ്ങളും സെമിനാറുകളൊക്കെ പുറത്തു നടത്തി പറയേണ്ടതാണ്. എന്തായാലും ചില വിമർശനങ്ങളെല്ലാം ചില ആളുകൾ സ്വാഭാവികമായും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ടൂറിസം മേഖലയും അതുമായി ബന്ധപ്പെട്ട് സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടും കുടുംബ നിങ്ങളെല്ലാം ആരെങ്കിലും കൊണ്ടുപോകുന്ന നടന്നില്ല അപ്പോൾ കുറെ ആൾക്ക് ഭ്രാന്ത്. ഈ റോഡ് വർഷങ്ങൾ കിട്ടേണ്ട റോഡ് നമുക്ക് കിട്ടി ഇപ്പൊ ഇടക്കാലത്താണ്. ഇതൊക്കെ പറയാൻ ആർക്കും വേദന. സ്വാഗത സംഘം പ്രവർത്തകൻ തോമസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് KG ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.